ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ പഴം പുഴുങ്ങിയ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഓവറായിട്ട് പഴുത്ത പഴമൊന്നുമല്ല, ഇത് ഒരു സാധാരണയായിട്ടൊരു മീഡിയം പഴുത്ത പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ പഴം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കണം. ഇതിൻ്റെ മുകളിൽ അഴുക്കുകളൊക്കെ ധാരാളം ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ 2 വശവും നമ്മൾ മുറിച്ച് കളയുന്നുണ്ട് കേട്ടോ. ഇത് ആവശ്യമില്ലാത്ത ഭാഗമാണ്, വേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മുറിച്ച് മാറ്റുക. നമ്മുടെ ന്യൂ ജനറേഷൻ കുട്ടികൾക്കൊന്നും ഈ പഴം പുഴുങ്ങുക എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അതാണ് ഞാനിങ്ങനെ ഇത്രയും വിവരിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതേ 2 വശവും ഞാൻ അതിൻ്റെ ചെത്തി മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ കൂട്ടുകാർ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഈ പഴം 2 പീസായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ 2 പീസായിട്ടാണ് ഞാൻ മുറിച്ചെടുക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്നും കൂടി ചെറുതാക്കി മുറിക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ ശരിയാക്കിയിട്ടുണ്ട്. ഇനി ഞാനൊരു സ്റ്റീമറിൻ്റെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ആ അരിപ്പ പോലുള്ള ആ പാത്രം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മീതെയാണ് പഴം ഞാൻ നിരത്തി വെച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ വെള്ളം തിളച്ചിട്ട് ശർക്കര അലിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ആ മധുരവും അതുപോലെ തന്നെ അതിൻ്റെ ആ നല്ല മണം ഈ പഴത്തിലേക്ക് കയറി പിടിക്കും കേട്ടോ. പഴം പുഴുങ്ങിയത് എടുത്തപ്പോൾ നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഞാനിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ സൂപ്പർ പഴം പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നമുക്ക് പഴത്തിന് ഉടയേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. ശർക്കര വെള്ളത്തിലിട്ട കാരണം നല്ലൊരു മണവും രുചിയൊക്കെ ഉണ്ട്. ഇങ്ങനെ തയ്യാറാക്കാത്തവർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.